പെൺകുട്ടി അതാണ് സ്വപ്ന. ഗോതമ്പിൻ്റെ നിറം, നല്ല വിടർന്ന കണ്ണുകൾ, നല്ല ബോഡി ഷേപ്പ്, ഇത്രയും നല്ല അഭിനയമുള്ളൊരു ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഇന്ന് വരെ മലയാള സിനിമയിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അതേപോലെ ആയിരുന്നു സ്വപ്നയുടെ വരവ്. ഒരു ഒന്നൊന്നര വരവാണ് സ്വപ്നയുടെ. അത് തുടക്കത്തിലെ വന്ന നമ്മുടെ ടിക് 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 എന്ന് പറഞ്ഞ കമലഹാസൻ്റെ പടത്തിൽ മാധവിയും സ്വപ്നയും ഒക്കെ ആയിട്ട് ഒരു ഒന്ന് രണ്ട് ഒരു കലകൻ പടമായിരുന്നു അത്. അതിലാണ് നമ്മുടെ സ്വപ്നയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം. മലയാളത്തിൽ ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുണ്ട്, തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്, തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലാണ് ശരിക്കും പറഞ്ഞൊരു മലയാളികളുടെ സ്വപ്ന സുന്ദരിയായിട്ട് മാറിയത്. 80കളിൽ സ്വപ്നയില്ലാത്ത സിനിമയില്ല എന്ന് തന്നെ പറയാം. ആദ്യ ചിത്രം മലയാളത്തിലെ അടിമച്ചങ്ങലയാണ്. പക്ഷേ ടിക് 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 എന്ന് പറഞ്ഞൊരു പടമാണ് മലയാളികൾ എന്നും ശരിക്കും പറഞ്ഞാൽ സ്വപ്നയുടെ മാദക സൗന്ദര്യം പുറത്തെടുത്തുള്ള ഒരു സിനിമ. അതിൽ സ്വിമ്മിങ് ഡ്രസ്സിൽ നിൽക്കുന്ന കുറേ സീൻസുകളുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ മലയാളികൾ കോരിത്തരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സ്വപ്നത്തിലേറ്റിയത് മലയാളികൾ. അത്രയും ഒരു കഴിവറ്റൊരു നടിയായിരുന്നു. പക്ഷെ നല്ല നല്ല വേഷങ്ങൾ കിട്ടിയില്ല. ഉയരങ്ങളിൽ എന്നൊരു പടത്തിൽ മോഹൻലാലിൻ്റെ MTയുടെ സിനിമയാണ്. അതിൽ മോഹൻലാലിൻ്റെ കൂടെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. പിന്നെ തൃഷ്ണ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമലഹാസൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്കുമാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ കൂടെ വന്നുള്ള ഉയരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ആ പടത്തിലാണ് ശരിക്കും നല്ല രീതിയിൽ MTയുടെ തൃഷ്ണ, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കൂടെ വന്നുള്ള തൃഷ്ണ, അതുപോലെ തന്നെ ബാലേന്ദ്രമേനോടെ കൂടെ വന്നുള്ള സിനിമകൾ, അങ്ങനെ ഒരുപാട് നായകന്മാരും കൂടെ അഭിനയിച്ചിട്ട്. പക്ഷേ നല്ല ക്യാരക്ടർ എന്നും ഓർത്തിരിക്കാവുന്നുള്ളൊരു ക്യാരക്ടർ പ്രേമലേഖനം എന്ന് പറഞ്ഞൊരു പടത്തിലത്തെ ക്യാരക്ടറാണ്. എന്നും സ്വപ്നയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം അതായിരുന്നു. അതുപോലെ ഐശ്വര്യ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംഘർഷം, അതുപോലെ അഹിംസ, അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റായ പിന്നെ തൃഷ്ണ, സൂപ്പർ ഹിറ്റാണ് തൃഷ്ണ. അങ്ങനെ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ പെട്ടെന്ന് സ്വപ്ന കല്യാണത്തിലേക്ക് പോകണം. കല്യാണത്തിൽ എന്ന് പറഞ്ഞാൽ ബോംബെയിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാമൻ ഖന്ന എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിയെയാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബിസിനസ്സുകാരനാണ്. ഇപ്പം ബിസിനസ്സൊക്കെ നോക്കി ഗംഭീര കോടികളിൽ ഇവൻ്റൊക്കെ നടത്തണം. അപ്പോൾ ഇപ്പോൾ സ്വപ്നയും ആ ഒരു കുട്ടികളായിട്ട് കുടുംബമായിട്ട് ബോംബെയിൽ കോടികളുടെ ബിസിനസ്സായിട്ട് നടക്കുന്നത്. പിന്നെ ഒരിക്കലും സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇനിയിപ്പോൾ സ്വപ്നയെ പോലത്തെ ഒരു നടി നമ്മുടെ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. അന്ന് രതീഷായിട്ട് കല്യാണം കഴിക്കുന്നൊക്കെ വിചാരിച്ചതാണ്, അത് നടന്നില്ല.